ജീവിത സഹനങ്ങളെ ദിവ്യകാരുണ്യനാഥന്റെ കരം പിടിച്ച് സങ്കീർത്തനമാക്കുന്ന വൈദികൻ. ഇരുൾ നിറയുന്ന കാഴ്ചയ്ക്കുമപ്പുറം ഹൃദയ വെളിച്ചത്താൽ ദിവ്യകാരുണ്യ തേജസ് അനുദിനം ദർശിക്കുന്ന വൈദികൻ. ഇത് തൃശൂർ രൂപതാംഗവും ഇപ്പോൾ തൃപ്രയാറിനടുത്ത് താന്യം സെയിന്റ് പീറ്റേഴ്സ് ചർച്ച് വികാരിയുമായ ഫാദർ പോൾ കള്ളിക്കാടൻ. പൗരോഹിത്യ സ്വീകരണത്തിന്റെ ഏതാനും നാൾ മുൻപ് തൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട നാളുകളും കാഴ്ചയില്ലാതെ ആദ്യ ബലിയർപ്പിച്ച അനുഭവങ്ങളും പിന്നീട് കടന്നുപോയ സഹനവേളകളും ദിവ്യകാരുണ്യനാഥൻ്റെ സൗഖ്യസ്പർശനവുമെല്ലാം പോളച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ശാലോം TV-യിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ വസിക്കുന്ന ഈശോയുടെ നാമത്തിൽ എല്ലാ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ പേര് പോൾ കള്ളിക്കാടൻ എന്നാണ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലൊരു വൈദികനാണ്. തൃശ്ശൂരിനടുത്ത് അരിമ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ വെളുത്തൂർ എന്ന് പറയുന്ന ഒരു ദേശത്താണ് എൻ്റെ വീട്. അവിടെ അടുത്ത് സെൻറ്റ് ജോർജ് ഒരു ഇടവക ദേവാലയത്തിലെ ഒരു ഇടവക അംഗമായിരുന്നു ഞാൻ തിരുപ്പടം സ്വീകരിച്ചിട്ട് 10ാമത്തെ വർഷമാണത്. കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവ് ഒരു വ്യക്തിയെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ച് പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യാനായിട്ട് കർത്താവ് കൊടുക്കുന്ന ഒരു വില, അല്ലെങ്കിൽ അതിൽ കർത്താവിൻ്റേത് മാത്രമാണ് ഒരു പുരോഹിതനെന്നും പരിശുദ്ധ കുർബാനയ്ക്ക് ഈശോ എത്രമാത്രം ഒരു വില കൊടുക്കുന്നുണ്ടെന്നൊക്കെ എന്നെ പഠിപ്പിച്ച ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ സമയമായിരുന്നു. 2014 ജനുവരി 1-ാം തീയതി ഏകദേശം 10ാമത്തെ വർഷം പൂർത്തിയാകുമ്പോൾ ആ പുണ്യകർമ്മം കർത്താവ് നിറവേറ്റിയ ഒരു അൾത്താരയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ഇന്ന് നിങ്ങളിലേക്ക് ചിത്രീകരിക്കുന്നത്. ഈ ആലയവും എൻ്റെ പൗരോഹിത്യ പരിശീലനവും ഇവിടുത്തെ പരിശുദ്ധ കുർബാന അർപ്പണമൊക്കെ അഭേദ്യമായ ബന്ധത്തിലുള്ളൊരു സ്ഥലമാണ്. ഞാൻ സെമിനാരിൽ ചേരുമ്പോഴാണ് ഈ സ്ഥലം ഞങ്ങൾ ഈ ദേശക്കാരെ കൂടെ മേടിക്കുന്നതും ഇവിടെ ഒരു കൊച്ചു ദേവാലയം പണിയാനായിട്ട് ഞങ്ങൾ പണികൾ ആരംഭിക്കുന്നതും. ഓരോ വർഷവും എൻ്റെ പൗരോഹിത്യത്തിന് പിന്നിടുമ്പോൾ ഓരോ വർഷവും ഈ ദേവാലയത്തിൻ്റെ പണിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പേ ഈ ദേവാലയം കുദാശ കഴിഞ്ഞതിന് ശേഷം ഇടവകയായിട്ട് പ്രഖ്യാപിച്ചു. ഈ അൾത്താരയിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈശോയെ കയ്യിലെടുത്ത് ബലി അർപ്പിച്ചത്. ഈ ഇടവക സ്ഥാപിതമായതിൻ്റെ 10ാമത്തെ വർഷവും എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 10ാമത്തെ വർഷവും ഈ വർഷമാണ്. കർത്താവ് പരിശുദ്ധ അൾത്താരയിൽ ഞങ്ങൾക്ക് നൽകിയ വലിയ ഒരു കൃപ, വലിയൊരു അനുഗ്രഹം. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളോടത് പങ്കുവയ്ക്കാനായിട്ടാണ് ഏറ്റവും സ്നേഹത്തോടു കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. മനം നൊന്തു കരയുമ്പോഴരികത്തു വന്നെൻ്റെ മിഴിനീരുമായ്ക്കുന്ന ദൈവം, രക്താംബരം പോൽ ചുവപ്പാർന്ന പാപങ്ങൾ തൂവെണ്മയാക്കുമെൻ ദൈവം, തൂവെണ്മയാക്കുമെൻ ദൈവം. തകരുന്ന തോണിക്ക് തുഴയാകുന്നോൻ, ഇരുളാർന്ന ജീവന് പ്രഭയേകുന്നോ. പൊട്ടക്കണ്ണനായ ഒരു അച്ഛൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ കണ്ണുപൊട്ടനായ ഒരാൾക്ക് തിരുപ്പട്ടം കിട്ടിയതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ കാഴ്ചയുള്ളവനായിട്ട് സെമിനാരിയിൽ പ്രവേശിച്ച് കണ്ണുപൊട്ടനായിട്ട് ഈശോയുടെ അൾത്താരയിൽ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് പരിശുദ്ധ കുർബാന ആദ്യമായിട്ട് കയ്യിലേന്തിയ ഒരു കണ്ണുപൊട്ടനെയാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ബെഷൈഡ്സ് ഡിസീസ് എന്ന് പറയുന്ന BD എന്ന് ചുരുക്കപ്പേരുള്ള ഒരു അസുഖമാണ് എനിക്കുള്ളത്. ഈ അസുഖ ബാധിതനായിട്ടാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നതും തിരുപ്പട്ടത്തിലെ ആദ്യത്തെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും. ഈ അസുഖം എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിലാണുള്ളത്. അതുമൂലം എൻ്റെ കണ്ണുകളുടെ കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു. പട്ടം കിട്ടുന്നതിൻ്റെ 1.5 വർഷം മുമ്പ് ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട എനിക്ക് തിരുപ്പട്ടത്തിൻ്റെ 2 ആഴ്ച മുമ്പ് വലത്തെ കണ്ണും നഷ്ടപ്പെട്ടു. അങ്ങനെ പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കണ്ണുപൊട്ടൻ എന്ന രീതിയിലൊക്കെയാണ് ഏകദേശം ഞാൻ ഈശോയുടെ അൾത്താരയിലേക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുന്നത്. ആ പരിശുദ്ധ കുർബാന ഞാൻ മാത്രം കണ്ടിട്ടില്ല, ബാക്കിയുള്ള എല്ലാവരും കണ്ടു. അങ്ങനെ ഈശോയെ കാണാതെ ഈശോയെ കയ്യിലെടുക്കാനായിട്ട് ഈശോ നൽകിയ വലിയൊരു സമ്മാനമായിരുന്നു എൻ്റെ ജീവിതത്തിലെ എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത്. എനിക്ക് അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, സഹോദരനും സഹോദരിയും ഉണ്ട്. അപ്പച്ചൻ ഏകദേശം ഒരു 5 വർഷം മുമ്പ് ക്യാൻസർ ബാധിതനായിട്ട് മരണമടഞ്ഞു. അമ്മ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. സഹോദരൻ്റെയും സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി അവർ സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെ 2ാമത്തെ മകനാണ് ഞാൻ. അങ്ങനെ 2003 ജൂൺ മാസം 8-ാം തീയതിയാണ് ഞാൻ വീടിനോട് വിട പറഞ്ഞ് സെമിനാരിയിൽ ചേർന്ന് അച്ഛനാവാനായിട്ടുള്ള എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ പരിശീലന കാലഘട്ടം ആരംഭിക്കുന്നത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഓരോ വൈദിക വിദ്യാർത്ഥിയും സ്വപ്നം കാണുന്ന ഒരു ദിവസമുണ്ട്. അവൻ ആദ്യമായിട്ട് ഈശോയുടെ അൾത്താരയിൽ, ഈശോയുടെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന ഒരു ദിവസം. നാളിതുവരെയും നമ്മളെല്ലാവരും കുർബാനയിൽ പങ്കുകാരാകുന്നുണ്ട്. ബലിയർപ്പണത്തിലെ ശുശ്രൂഷികളായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മേഖലയിലേക്ക് നിന്ന് നമ്മൾ ബലിയർപ്പണത്തിൽ പങ്കുകാരാകുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഈശോയുടെ അൾത്താരയിൽ തിരുപ്പട്ടം സ്വീകരിച്ച് ആദ്യത്തെ ബലി സ്വപ്നം കണ്ടിട്ടാണ് സെമിനാരിയിൽ ചേരുന്ന ഓരോ വൈദിക വിദ്യാർത്ഥിയുടെയും ഓരോ ദിനരാത്രങ്ങൾ കടന്നു പോകുന്നത്. വർഷങ്ങൾ കടക്കുമ്പോൾ പൗരോഹിത്യത്തിലേക്ക്, ഈശോയുടെ അൾത്താരയിലേക്ക് ഓരോ വർഷവും അടുത്തടുത്ത് ഓരോ പടികളും കയറി വരുന്ന ഓരോ സ്വപ്നങ്ങൾ ഓരോരുത്തർക്കുണ്ട്. തിരുപ്പട്ടം കിട്ടാനായിട്ടുള്ള അതിൻ്റെ അവസാന നാളുകൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ കൗണ്ട് ഡൗൺ എണ്ണി വന്ന ദിവസങ്ങളായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുപ്പട്ടം കിട്ടുന്നതിൻ്റെ 1.5 വർഷം മുൻപ് ഒരു രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോൾ എൻ്റെ ഈ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് എനിക്ക് നഷ്ടപ്പെടുന്നത്. ചികിത്സകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ സെമിനാരിയിലാണെങ്കിൽ അവസാനത്തെ 1.5 വർഷത്തെ പരിശീലനം, പ്രധാനപ്പെട്ട പരിശീലന കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അച്ഛന്മാർക്ക് മുന്നോട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആകുലതകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. കാരണം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് അജപാലപരമായിട്ടുള്ള മേഖലകളിൽ അധികം ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാകുമല്ലോ. ജനങ്ങൾക്ക്, ദൈവജനത്തിന് അതൊരു പ്രയാസകരമാകരുതല്ലോ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് കർത്താവ് ആ മേഖലകളിലെല്ലാം ഒരു കരുതലുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ പഠന മേഖലകളിലും പ്രാർത്ഥനയുടെ മേഖലകളിലെല്ലാം ഈശോ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ ആദ്യത്തെ കണ്ണ് നഷ്ടപ്പെട്ട സമയം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു, അത്രയും വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് എന്തേ തളർന്നു പോകാതിരുന്നേ, എന്തേ പേടിക്കാതിരുന്നേ എന്നുള്ളത്. ശരിക്കും എനിക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിൻ്റെ 4 മാസങ്ങൾക്ക് മുൻപ് പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ ഈശോ എനിക്കൊരു അനുഭവം തന്നു. ആ അനുഭവം 9 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ആവർത്തിച്ചു. ഈ 2 അനുഭവങ്ങൾ എൻ്റെ സ്പിരിച്വൽ ഫാദറുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, പരിശുദ്ധ കുർബാനയിൽ കുറേയും കൂടി ഒരു വിശ്വാസപ്പ് തോന്നുന്നില്ലേ, കുറേയും കൂടിയും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയുടെ സജീവ സാന്നിധ്യം, അത് തിരുരക്തമാണെന്നും തിരുശരീരമാണെന്നും കുറേയും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, ഈ വിശ്വാസം ഉള്ളിൽ വെച്ചാൽ മതി എന്നുള്ളത്. ഞാൻ ആ വിശ്വാസത്തോടൊപ്പം തന്നെ എന്തോ ഒരു വിപത്ത് എനിക്ക് സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന ഒരു ചിന്തയും കൂടെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ 2012 മെയ് 30 ഈ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഞാൻ മറ്റൊന്നും നോക്കിയില്ല. ഞാനൊന്ന് സാധാരണ പോലെ ഇടവക ദേവാലയത്തിൽ വന്നു, പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് മടങ്ങി.
പിന്നീട് സെമിനാരിൽ പ്രവേശിച്ച് സെമിനാരിൽ അവസാനത്തെ 1.5 വർഷത്തെ പ്രധാനപ്പെട്ട പഠനങ്ങൾ നടക്കുന്നു, ചികിത്സകൾ നടക്കുന്നു. കർത്താവ് അതിന് യാതൊരു തടസ്സം വരാതെ ഓരോ വർഷവും എന്നെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. തിരുപ്പട്ടം കിട്ടാനായിട്ട് നിശ്ചയിച്ചിരുന്ന ദിവസങ്ങൾക്ക് മുൻപേ ഞാനും എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ബ്രദേഴ്സൊക്കെ കൂടി തിരുപ്പട്ടത്തിന് അന്നേക്ക് കയ്യിലെടുക്കാനായിട്ടുള്ള പീലാസയും കാസയും അന്ന് ബലിയർപ്പിക്കുമ്പോൾ ധരിക്കാനായിട്ടുള്ള കാപ്പയുമൊക്കെ അതൊക്കെ നെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം പല സ്ഥലങ്ങളിൽ ചെന്ന് നിശ്ചയിച്ചിട്ടൊക്കെ വന്നു. പക്ഷേ അത് കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ എൻ്റെ വലത്തെ കണ്ണിൻ്റെയും കാഴ്ച ഈശോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാസയും പീലാസയും എൻ്റെ കൂട്ടുകാർ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന സമയത്ത് ഞാൻ ഈശോ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈശോയെ ഈ പീലാസ എടുത്തിട്ട് ഇതിൽ നിൻ്റെ തിരുശരീരം വെച്ചിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയാനായിട്ട് എന്നെ ഒന്ന് അനുവദിക്കൂ. കാസയെടുത്തിട്ട് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയാനായിട്ട് ഈശോയെ എന്നെ ഒന്ന് അനുവദിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഈശോ ഒരു ഉത്തരവും പറഞ്ഞില്ല. എല്ലാവരും എന്നെ കാപ്പയുടുപ്പൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരിക്കലെങ്കിലും ധരിക്കാനായിട്ട് പറ്റോ ഇല്ലയോ എന്ന് അറിയാതെ ഈശോയുടെ മുമ്പിൽ ചോദിച്ചിട്ടുണ്ട്. അന്ന് ഈശോ ഒരു ഉത്തരവും പറഞ്ഞില്ല. പക്ഷേ എല്ലാത്തിനും ഈശോ ഉത്തരം പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു, എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ അന്ന് പിതാവ് എനിക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ തൻ്റെ കൈവപ്പിലൂടെ ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് എന്നെ ഉയർത്തി. ആ പീലാസ കയ്യിലെടുത്തു, ആ കാസ കയ്യിലെടുത്തു. പരിശുദ്ധ കുർബാനയ്ക്ക് ധരിക്കാനായിട്ടുള്ള ഉടുപ്പ് ധരിച്ച് ഈശോയുടെ അൾത്താരയിൽ ഇതെൻ്റെ രക്തമാകുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് ഏത് കാസയും പീലാസയും എടുത്തിട്ടാണോ ഈശോയുടെ മുമ്പിൽ ചോദിച്ചേ, അതേ കാസയും പീലാസയും എടുത്തുയർത്തി ഈ അൾത്താരയിൽ ആദ്യത്തെ ബലി അർപ്പിക്കുവാനായിട്ട് ഈശോ അനുവദിച്ചു. ഈ പീലാസയും ഈ കാസയും എടുത്തിട്ടാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈശോയുടെ അടുത്ത് ചോദിച്ചത്, ഇത് ഒരിക്കലെങ്കിലും കയ്യിലെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. ഈ കാപ്പയും ഉടുപ്പും കയ്യിലേന്തിട്ടാണ് ഈശോയോട് ചോദിച്ചത്, ഒരു പ്രാവശ്യമെങ്കിലും ധരിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. കർത്താവ് ഒരു പ്രാവശ്യമല്ല, അനേകായിരം പ്രാവശ്യം അനുവദിച്ചു ഇതെടുക്കാനും ഇത് ധരിക്കാനും. എന്തിനു കേഴുന്നു മകനേ മകളെ, ഞാനുണ്ട് നിന്നോടു കൂടെ. എല്ലാ നൊമ്പരവും നിൻ നന്മയാക്കാൻ ഞാനുണ്ട് നിന്നോടു കൂടെ. കരയാതെ നീ പൊന്നോമനെ, മനമുരുകി തളരരുതേ നീ. ദുഃഖമെല്ലാം ഞാനകറ്റിടാം, നിൻ കണ്ണുനീരും തുടയ്ക്കാം. പരിശുദ്ധ കുർബാനയിലെ ഒരു പുരോഹിതനെ ഈശോ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോ എന്നെ പഠിപ്പിച്ചത് ഞാൻ ആദ്യത്തെ കുർബാന അർപ്പിക്കുന്ന സമയത്താണ്. ഞാൻ ഈ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ഈശോയുടെ ഈ അൾത്താരയിൽ ഇവിടെ നിന്നുകൊണ്ട് അന്നത്തെ ഇതേ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ഈ അനുഭവം പങ്കുവയ്ക്കാനായിട്ടൊരു കാരണമുണ്ട്. 1-ാം തീയതി തിരുപ്പട്ടത്തിന് അന്ന് ആദ്യത്തെ കുർബാന അർപ്പിക്കുകയാണ്. ബലിപീഠത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കാനായിട്ടുള്ള കുർബാന പുസ്തകം ഞാൻ സെമിനാരിലായിരിക്കുമ്പോൾ കുർബാന ചൊല്ലി പഠിച്ചുകൊണ്ടിരുന്ന അതേ പുസ്തകം എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനകൾ നോക്കി ചൊല്ലണം. തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ എനിക്ക് ഇതെത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയില്ല പറയാനായിട്ട്. അത്രേ കാഴ്ച അന്നില്ല. എൻ്റെ മുമ്പിലിരിക്കുന്നവർ ആരൊക്കെ ഇവിടെ ഉണ്ടെന്നല്ലാതെ ആരാണെന്ന് സ്വന്തം അപ്പച്ചനായാലും അമ്മച്ചിയായാലും കൂട്ടത്തിലും തിരിച്ചറിയാനായിട്ടുള്ള കാഴ്ച പോലും ഇല്ലാത്തൊരു സമയമാണ്. ഈ വിരലുകളുടെ എണ്ണം പോലും അറിയുന്നില്ലെങ്കിൽ ഇതിലുള്ള അക്ഷരങ്ങൾ അറിയാനായിട്ട് എങ്ങനെയാണ് പറ്റുക? അപ്പോൾ പട്ടം സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. തിരുപ്പടം സ്വീകരിക്കുന്ന സമയത്ത് ഈശോ എൻ്റെ കണ്ണുകളുടെ കാഴ്ച തുറന്നു തരും, ഞാൻ കുർബാന നോക്കി അർപ്പിക്കും. അങ്ങനെ കുർബാന അർപ്പിക്കാനായിട്ട് അൾത്താരയിൽ വന്നിക്കുക. പട്ടം സ്വീകരിച്ചു, പിതാവ് ശിരസിൽ നിന്ന് കൈയെടുത്തു. കണ്ണിന് ഒരു മാറ്റവും സംഭവിച്ചില്ല, കാഴ്ചയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. കണ്ണുപൊട്ടനായി വന്നു. കണ്ണുപൊട്ടനെ കർത്താവ് പിടിച്ച് പട്ടം കൊടുത്ത് അച്ഛനായി. കണ്ണുപൊട്ടനായിട്ടുള്ള അച്ഛൻ
ആദ്യത്തെ കുർബാന അർപ്പിക്കുക. എൻ്റെ ഇടത്തും വലത്തും അന്ന് അച്ഛന്മാർ നിൽക്കുന്നുള്ളതുണ്ട്. ഈ രണ്ട് അച്ഛന്മാരുടെ അടുത്തും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രാർത്ഥനകൾ എനിക്ക് പറഞ്ഞ് ചൊല്ലി തന്നുകൊണ്ടിരിക്കണം. അവർ ചൊല്ലുന്നത് കേട്ടിട്ട് വേണം ഞാൻ ചൊല്ലാനായിട്ട്. അപ്പോൾ ഞാൻ പുസ്തകം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പുസ്തകം പേജുകൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കാന്നല്ലാതെ അതിനുള്ളിൽ എവിടേക്കാണ് മറയ്ക്കണേ, എന്താ മറയ്ക്കണേ ഒന്നും കാണാനായിട്ടുള്ള കാഴ്ചയൊന്നുമില്ല. ഈ അച്ഛന്മാർ ഇടത്തും വലത്ത് നിൽക്കുന്ന ഓരോ പ്രാർത്ഥന അവർ ചൊല്ലിത്തരും. അങ്ങനെ ഞാനത് കേട്ട് ചൊല്ലാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ചൊല്ലുന്ന പ്രാർത്ഥന ചൊല്ലേണ്ട ആവശ്യമില്ല, എനിക്കതല്ലാതെ പ്രാർത്ഥനകൾ കിട്ടുന്നുണ്ട്. ഞാൻ പട്ടത്തിന് മുമ്പ് രോഗിയായി കിടക്കുന്ന സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ അനിയത്തിയും എൻ്റെ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അവരെനിക്ക് കുർബാന പ്രാർത്ഥന ചൊല്ലി തരുമായിരുന്നു. അത് കേട്ട് ഓരോ ജപമാല മണികൾ ചൊല്ലി പ്രാർത്ഥിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്നൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പേരും എനിക്ക് പ്രാർത്ഥനകൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ലാതെ മറ്റാരോ ഈ പ്രാർത്ഥനകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ പ്രാർത്ഥന തന്നെ ചൊല്ലുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രണ്ടുപേരും പ്രാർത്ഥന ചൊല്ലിത്തരുന്നത് എനിക്കൊരല്പം ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാൻ രണ്ടുപേരുടെ അടുത്തും പറഞ്ഞു സ്വരം കുറച്ച് ചൊല്ലിയാൽ മതി എന്നുള്ളത്. അപ്പം ഇപ്പുറത്തുള്ളവർ വിചാരിച്ചു രണ്ടുപേരും ഒരുമിച്ച് ചൊല്ലിയിട്ട് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവണ്ട. വലത്തെ സൈഡിൽ അച്ഛൻ പ്രാർത്ഥന സ്വരം കുറച്ചു, ഇടത്തെ സൈഡിൽ അച്ഛൻ പ്രാർത്ഥന സ്വരം കുറച്ചു, രണ്ടുപേരും സ്വരം കുറയ്ക്കും. അന്നു മുതൽ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കൃപയാണ്. ഈ പുസ്തകത്തിലെ ഒരൊറ്റ വാക്ക് പോലും നോക്കാതെ, ഒറ്റ പ്രാർത്ഥന പോലും നോക്കി വായിച്ച് ബലിയർപ്പിക്കാതെ കാണാപ്പാഠം പരിശുദ്ധ കുർബാന ആദ്യ അവസാനം തിരുപ്പട്ടത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ അർപ്പിക്കാനായിട്ട് ഈശോ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ കുർബാനയുടെ സമയം പ്രാർത്ഥനകളൊക്കെ ഈശോ അങ്ങനെ കാണാപ്പാഠം പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റും, ഞാൻ പറയുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാന എടുത്ത് കൈകളിലേക്ക് എടുക്കുമ്പോൾ പരിശുദ്ധ കുർബാന കാണാനായിട്ട് പറ്റണില്ല. ഞാൻ ആ ദിവസങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾ തിരുവോസ്തിയൊക്കെ കണ്ടിട്ടുണ്ട്, അതിലിങ്ങനെ IHS എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ സഹകർമ്മികരായിട്ടുള്ള അച്ഛന്മാരുടെ അടുത്ത് ഞാൻ ചോദിക്കും, ഈ ഈശോ എവിടേക്ക് തിരിഞ്ഞിട്ടിരിക്കണേ, നേരെ തന്നെയാണോ? വിരലോണ്ട് കുറേയൊക്കെ ഞാൻ തപ്പി നോക്കും ഈ IHS എന്നുള്ളത് ശരിയാകാൻ വേണ്ടിയിട്ട്. പക്ഷെ കാണില്ലല്ലോ. എങ്ങനെയാണെന്നറിയാം, കൂട്ടുകാരന്മാർ പിടിച്ച് ശരിയാക്കി തരും. ഇങ്ങനെയാണ്, കൃത്യമാണ്. ഞാൻ ഈശോയുടെ അടുത്ത് ചോദിക്കുന്നു, ഈശോയെ നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഈശോ തന്നിട്ടുള്ള വലിയൊരു കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈശോയെ കാണാനായിട്ട് അതൊന്നും പറ്റിയില്ലെങ്കിലും പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ഒരുപാട് പേര് അവരനുഭവം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ആ തിരുവോസ്തിയിൽ ഞങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ട്. ഓസ്തിയുടെ രൂപത്തിലല്ല, ജീവനുള്ള ഈശോയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഓരോ പരിശുദ്ധ കുർബാനയും നാളിതുവരെയും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഇന്നും ഞാൻ മറക്കാതെ ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ഒരു അനുഭവം, ഞാൻ 2015 ജനുവരി മാസം 15-ാം തീയതി അന്ന് എൻ്റെ അനിയത്തിയുടെ കൊച്ചിൻ്റെ മാമോദീസ ഈ ദേവാലയത്തിൽ നടക്കുന്ന സമയമാണ്. എൻ്റെ കാഴ്ച വളരെ പരിമിതമായി മാത്രമുള്ള ഒരു സമയമാണ്. കൂട്ടുകാരെ സഹായത്തോടു കൂടെ ടാബിലേക്ക് പ്രാർത്ഥനകൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വലിയ അക്ഷരങ്ങളാക്കിയിട്ടാണ് ഞാൻ ആ തിരുക്കർമ്മം ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരന്മാരായിട്ടുള്ള അച്ഛന്മാരെ എന്നെ സഹായിക്കുന്നുണ്ട്. മാമോദീസയുടെ ആദ്യ ഭാഗം കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പോകുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നൊരു സമയമാണ്. എൻ്റെ അനിയത്തി അളിയൻ കൊച്ചിനെ പിടിച്ച് നിൽക്കുന്നു, അപ്പൻ അമ്മയും നിൽക്കുന്നു, കൂട്ടുകാരെല്ലാം സഹവൈദികർ അച്ഛന്മാർ നിൽക്കുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആരോ പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നതിന് കേൾക്കാണ്ട്
ആരോ വീഴാൻ പോകുന്നുണ്ട്, അവരെ പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ആരാണ് വീഴുന്നതെന്നോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് കാണാനായിട്ടുള്ള കാഴ്ചയൊന്നുമില്ല. തൊട്ടടുത്തുള്ള കാര്യങ്ങൾ കാണാതല്ലാതെ അകലങ്ങളിലേക്ക് നീങ്ങിയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ ആരുമാണ് ഈ ഫോട്ടോയ്ക്ക് നിൽക്കുന്നതിൽ താഴെ വീഴാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ അച്ഛനോട് ചോദിച്ചു, ആരാ അവിടെ വീഴുന്നത്? അച്ഛൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ് വീഴണേന്നുള്ളത്. അങ്ങനെ അമ്മ വീണു, എന്താ ഉണ്ടായേ, എന്തുകൊണ്ട് അമ്മ വീണത്, താഴെ വീണ് പൊട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ, ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്ത് നീങ്ങാനായിട്ട് ഒരുങ്ങുമ്പോൾ എൻ്റെ ചേട്ടനെ പോലെ ഞാൻ കരുതുന്ന അച്ഛൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയി കാസയും പിലാസയും ഒരുക്കി വെച്ചിട്ടുണ്ട് കാഴ്ച സമർപ്പണം നടത്താനായിട്ട്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വെച്ച കാല് പുറകോട്ട് വെച്ചിട്ട് അൾത്താരയുടെ ഓരോ പടികൾ കയറി കാസയും പിലാസയും എടുത്തിട്ട് ഉയർത്തിപ്പിടിക്കുന്ന സമയം ഞാൻ അന്ന് ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഈശോയെ ഒരു ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഇത്രയധികം കാര്യങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് നിൻ്റെ അൾത്താരയിലേക്ക് വരുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് നിൻ്റെ അൾത്താരയിലെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ മറ്റൊന്നുമില്ലാതെ ഒരുപാട് അനുഭവങ്ങൾ, ഒരു പക്ഷെ നമ്മുടെ സങ്കടങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, ആകുലതകളായിരിക്കാം, എല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് നിൻ്റെ അൾത്താരയിൽ കയറി നിന്ന് നീ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന സമയം, പോരാത്തതിനെ കാസ്യം പിലാസം എടുത്ത് ഉയർത്തുന്ന സമയത്ത് ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ ഇത്രയും സ്നേഹിച്ചാൽ പോരെ നിന്നെ. അന്ന് ഈശോ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നൊരു മറുപടി ഉണ്ട്, പോരാ. താഴെ വീണെടുക്കുന്ന അമ്മ എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ കാഴ്ച സമർപ്പണം നടത്തി പരിശുദ്ധ കുർബാനയിൽ തുടർന്നും പ്രാർത്ഥിച്ച് ഞാൻ അന്ന് കുർബാന പൂർത്തിയാക്കുന്ന ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. ബലിയർപ്പണം കഴിഞ്ഞ് ഞാൻ താഴേക്ക് വരുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല, അമ്മ ഓക്കെ ആയിട്ടിരിക്കുന്നു, ഇയർ ബാലൻസിന് ബുദ്ധിമുട്ട് വന്നിട്ട് വീണതാണ്, അമ്മ കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചു വരുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഓരോ അൾത്താരയിലേക്കും കയറുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ സമീപിക്കുമ്പോൾ സാധാരണ നമുക്ക് 100 നിയോഗങ്ങളും 100 കാര്യങ്ങളും കൊണ്ടാണ് ഈശോയുടെ അടുത്തേക്ക് കയറാം. പക്ഷേ ഈശോയുടെ ബലിപീഠത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ട് അതിനേക്കാൾ അപ്പുറത്ത് ആ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ ഈ പറയുന്ന മറ്റാഗ്രഹങ്ങളെക്കാളും നിയോഗങ്ങളെക്കാളും ഒക്കെ അപ്പുറത്താണ് പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയോടുള്ള സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 10 വർഷത്തെ പൗരോഹിത്യം ഇപ്പോഴും അതൊരു വിസ്മയമാണ്. ഒരു കണ്ണുപൊട്ടനെ കർത്താവ് അൾത്താരയിലേക്ക് കയറ്റി നിർത്തുന്നു, കണ്ണുപൊട്ടനെ കർത്താവ് അച്ഛനാക്കിയിട്ട് പൗരോഹിത്യത്തിൻ്റെ നാളുകളിലേക്ക് പറഞ്ഞു വിടുന്നു. അറിയില്ലായിരുന്നു ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണ്ണുപൊട്ടനായി എന്താ ചെയ്യാന്നുള്ളത്. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു പള്ളിയിൽ 3.5 മാസം കൊച്ചച്ഛനായിട്ടിരുന്നു. പിന്നെ എൻ്റെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി കുറച്ചുകൂടി പ്രയാസമായതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് മാറ്റി ഒരു 8.5 മാസക്കാലം മറ്റൊരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ചുമതലകളൊന്നുമില്ല, അവിടെ ഒരു അംഗത്തെ പോലെ ഞാൻ നിന്നു. എൻ്റെ 2ാമത്തെ വർഷം പൗരോഹിത്യത്തിൻ്റെ കാലഘട്ടം ഞാൻ ധോണിയിൽ സെഹ്യോൻ മിനിസ്ട്രീസിൻ്റെ കൂട്ടത്തിൽ പാലക്കാട് രൂപതയിലെ ധോണി ധ്യാന കേന്ദ്രത്തിൽ കുട്ടികളുടെ ധ്യാന ശുശ്രൂഷകളിലൊക്കെ സഹായിക്കാനായിട്ടായിരുന്നു പിന്നീട് ഒരു വർഷം മാറി നിന്നത്. അവിടെ നിന്ന് കൂടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസങ്ങളൊക്കെ കൂടിയപ്പോൾ തിരികെ എൻ്റെ ആരോഗ്യത്തിൻ്റെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് തിരിച്ച് ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ 6 വർഷക്കാലം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഞാൻ താമസിക്കുകയും എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും കൂടാതെ കർത്താവിൻ്റെ നിയോഗാർത്ഥം അവിടെ ഒരു സ്പിരിച്വൽ ഫാദറായി പിന്നീട് സ്പിരിച്വൽ ഡയറക്ടറായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്ത കാലഘട്ടമായിരുന്നു. പ്രായാധിക്യത്തിലെത്തിയ അച്ഛന്മാരുടെ കൂടെ വസിച്ചുകൊണ്ടും കുറേ നാൾ കഴിയുമ്പോൾ ഈ അച്ഛന്മാരെ നോക്കാനായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ടൊക്കെ കഴിഞ്ഞ നാളുകളായിരുന്നു. അങ്ങനെ ഒരു 6 വർഷക്കാലം അവിടെ ഞാൻ എത്തി 6 മാസം കഴിഞ്ഞപ്പോൾ ഈശോയുടെ വലിയൊരു കാരുണ്യം, ഈശോ എൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു തന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷക്കാലമായി ഈശോ ഈ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു തന്നിട്ട് ഇന്നെനിക്ക് കാണാം. ഒരു പക്ഷേ നിങ്ങളൊക്കെ കാണുന്ന പോലെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എനിക്ക് വായിക്കാം, നിങ്ങൾ വായിക്കുന്ന അത്രയും വ്യക്തത എനിക്ക് ഉണ്ടാകണമെന്നില്ല. 10 വർഷം പിന്നിടുമ്പോൾ ഈശോയുടെ അൾത്താരയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയം ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഒരു പ്രത്യേക അനുഭവമാണ്, പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭവം.
കണ്ണുപൊട്ടനായ സമയത്ത് ഈശോയുടെ അൾത്താരയിൽ നിന്ന് ഈശോ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. കണ്ണിന് കാഴ്ച വന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. കണ്ണുപൊട്ടനായ എന്നെ ഈശോ അൾത്താരയിൽ കയറ്റി നിർത്തി കുർബാനയിൽ പ്രാർത്ഥന മുഴുവൻ കാണാപ്പാടം പഠിപ്പിച്ച് സുവിശേഷം കാണാപ്പാടം പഠിപ്പിച്ചിട്ടായിരുന്നു ഓരോ ദിവസത്തെയും പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. കണ്ണിൻ്റെ കാഴ്ച കിട്ടിയ അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു, ഇനി എങ്ങനെയാണ് അച്ഛൻ കുർബാന അർപ്പിക്കുക? കാണാൻ പറ്റുന്നുണ്ടല്ലോ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, കുർബാന അച്ഛൻ നോക്കിച്ചല്ലോ. സുവിശേഷ അച്ഛൻ ഒരു ദിവസം കാണാപ്പാടം പഠിച്ചിട്ടല്ലേ, ഇനി അച്ഛൻ കാണാപ്പാടം പഠിക്കാതെ നോക്കി വായിക്കൂ. പക്ഷെ അന്ന് ഈശോയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്, എന്ന് വരെ കുർബാന അർപ്പിക്കാൻ പറ്റുമോ അന്ന് വരെ ഈശോയുടെ അൾത്താരയിൽ ആദ്യത്തെ കുർബാന ഈ കണ്ണുപൊട്ടനെ കൊണ്ട് അർപ്പിച്ചതുപോലെ ഒന്നും കാണാതെ നിന്ന് അർപ്പിക്കാൻ ഈശോ തന്നൊരു കൃപ ഇന്ന് കാഴ്ചയുണ്ടെങ്കിലും കണ്ണടച്ച് നിന്നുകൊണ്ട് കാണാതെ ഓരോ കുർബാന അർപ്പിക്കും, കാണാതെ കുർബാനയെ പ്രാർത്ഥന ചൊല്ലും, കാണാപ്പാടം പഠിച്ച് ഈശോയുടെ വചനം പങ്കുവെക്കും. പൗരോഹിത്യം, പരിശുദ്ധ കുർബാന, ഒറ്റ വാക്കേ എനിക്കിന്നും പറയാനുള്ളൂ, അത് ഈശോയുടെ കരുണയാണ്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് കാണിച്ച ഒരു കാരുണ്യം മാത്രമാണ് എൻ്റെ പൗരോഹിത്യം, എൻ്റെ ജീവിതവും. എവിടെയൊക്കെ മാറ്റി നിർത്താനായിട്ടോ അല്ലെങ്കിൽ കുർബാന പോലെ അർപ്പിക്കാനായിട്ട് നിങ്ങൾക്കറിയാം, പുസ്തകം നോക്കി കുർബാന അർപ്പിക്കുന്നത് ഇതെല്ലാം മാറ്റി നിർത്തേണ്ട അടുത്ത് നിന്നും കർത്താവ് മാറ്റി നിർത്താതെ ഈശോയുടെ അൾത്താരയിൽ 2014 ജനുവരി 1 മുതൽ കുർബാന അർപ്പിക്കാനായിട്ട് ഈശോ അനുവദിച്ചു. ഞാൻ തിരുപ്പട്ടത്തിന് അന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, ഒറ്റ കുർബാനയെങ്കിലും അർപ്പിക്കാൻ ഈശോയെ അനുവദിക്കണമെന്നാണ്. അന്ന് ഈശോ അതിന് അനുവാദം തന്നു. 2023 ഇന്നിത് സെപ്റ്റംബർ മാസം. അന്ന് ഒരു ദിവസത്തിന് തന്ന സ്വർഗത്തിൻ്റെ ഒരു അനുവാദ പത്രം ഇന്നും സ്വർഗം തിരിച്ചു മേടിച്ചിട്ടില്ല. ഇന്നും ഈശോയ്ക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പട്ടം കിട്ടിയ ആദ്യ നാളുകളിൽ തന്നെ രോഗിയായിട്ട് വിശ്രമ ജീവിതത്തിലേക്ക് മാറിയ ഒരാളായിരുന്നു ഞാൻ. പിന്നീട് ഒരു പള്ളി ലഭിക്കുമെന്നോ വികാരിയച്ഛനാകുമെന്നോ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടം. പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരി മാസം എനിക്കൊരു പള്ളിയിൽ വികാരിയച്ഛനായിട്ട് നിയമനം ലഭിച്ചു. തൃശ്ശൂർ രൂപതയിലെ പഴുവിൽ ഫ്രോനയിൽ താന്യം എന്ന ഒരു ദേശത്തിലെ തൃപ്രയാറ് വിശുദ്ധ പത്രോസ്ലിഹായുടെ നാമധേയത്തിലുള്ള പള്ളിയിലെ വികാരിയച്ഛനാണ് ഞാൻ. 122 വീടുകളുള്ള ഒരു കൊച്ചിടവക വളരെ സന്തോഷത്തോടുകൂടെ രോഗത്തിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളില്ലാതെ കർത്താവിൻ്റെ അൾത്താരയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ജനത്തിന് വേണ്ടി അജപാലന ശുശ്രൂഷകൾ ചെയ്യുന്നു. ദൈവകൃപയാൽ ആരോഗ്യവും കർത്താവ് ഇന്നും പരിപാലിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.